ഖത്തർ ഇന്ത്യൻ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ കലാഞ്ജലിക്ക് തുടക്കമായി. ദോഹ അബു ഹമൂറിലെ ഐഡിയൽ ഇന്ത്യൻ സ്കൂൾ ക്യാമ്പസാണ് കലോത്സവത്തിന് വേദിയാവുന്നത്. ഖത്തറിലെ 20 ഇന്ത്യൻ സ്കൂളുകളിൽ നിന്ന് 10,000-ഓളം വിദ്യാർത്ഥികൾ മേളയിൽ മാറ്റുരയ്ക്കും. ഖത്തറിലെ ഇന്ത്യൻ സ്കൂളുകളുടെ യുവജനോത്സവത്തിന് ഐഡിയൽ സ്കൂളിൽ തുടക്കമായിരിക്കുകയാണ്. സാംസ്കാരിക ഘോഷയാത്രയോടുകൂടിയാണ് ഈ കലാമേളക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഓരോ സംസ്ഥാനത്തെയും പ്രതിനിധീകരിക്കുന്ന ഒരുപാട് ദൃശ്യാവിഷ്കാരങ്ങൾ, തനത് കലാരൂപങ്ങൾ, ഇങ്ങനെ ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം, സമ്പന്നമായ പൈതൃകം വിളിച്ചോതുന്ന കലാപ്രകടനങ്ങൾ, സാംസ്കാരിക രൂപങ്ങൾ ഒക്കെയാണ് ഈ ഘോഷയാത്രയിൽ അണിനിരക്കുന്നത്. നമ്മുടെ കൂടെ കുറച്ച് ആളുകൾ ചേരുന്നുണ്ട്. മലയാളിയാണോ? ഗുജറാത്തി. ഇത് ഇവിടെ ഉള്ളത് ഗുജറാത്തികളാണ്. ഗുജറാത്തി. എങ്ങനെയുണ്ട് പരിപാടി? അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോ ഖത്തറിന്റെ ഫ്ലാഗ് ഒക്കെ ആയിട്ട് വെച്ചിട്ടുള്ള, കയ്യിൽ കരുതിയിട്ടുള്ള കുട്ടികളാണ്. ഖത്തറിന്റെ സാംസ്കാരികമായിട്ടുള്ള അടയാളങ്ങൾ, ചിഹ്നങ്ങളൊക്കെ ഇവരുണ്ട്. ഗംഭീരമുണ്ട്. അതായത് നമ്മുടെ നാട്ടിലേക്ക് യൂത്ത് ഫെസ്റ്റിവൽ പോലെ ഇവിടെ ഒരു സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു നമുക്കൊക്കെ ഒരു പ്രചോദനം. അതായത് മലയാളി വളരെ സന്തോഷമുണ്ട്. ഇത് പറഞ്ഞ മാതിരി നമ്മുടെ നാട്ടിലെ കലോത്സവം നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും മിസ് ചെയ്യുന്ന ഒരു ഇവന്റാണ്. പക്ഷേ ഇവിടെ ഇത്തരത്തിലുള്ളത് കലാഞ്ജലി സംഘടിപ്പിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു പൈസ നമുക്കത് നേരിട്ട് തരും. എന്താ ഇതിന്റെ സംഘാടകർക്കും ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾ വളരെ സന്തോഷമുണ്ട്. പരിപാടിയൊക്കെ ഉഷാറാണ്, സംഭവമായിട്ട് അടിപൊളിയായിട്ട് നമ്മുടെ ടീം എല്ലാവരും സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. എല്ലാം അടിപൊളിയായിട്ട് ഇനി നടക്കട്ടെ. സെറ്റാണ്, എല്ലാം സെറ്റാണ്. കാര്യങ്ങളൊക്കെ സെറ്റ്. ഏതായാലും നവംബർ 1 വരെ ഐഡിയൽ ഇന്ത്യൻ സ്കൂളിലെ ഈ വേദി കലോത്സവങ്ങൾക്ക് വേദിയാകും. ഇവിടെ 3 വേദികളാണുള്ളത്. ഈ 3 വേദികളിൽ 10,000-ഓളം വിദ്യാർത്ഥികളാണ് ഈ കലാപ്രകടനങ്ങളുടെ ഭാഗമാകുന്നത്. ഖത്തറിലെ ഇന്ത്യൻ സ്കൂളുകളിൽ 20ഓളം ഇന്ത്യൻ സ്കൂളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് ഈ മേളയിൽ മാറ്റുരക്കുന്നത്. ദോഹയിൽ നിന്ന് അഷഫ് ഓമശ്ശേരിക്കൊപ്പം അബ്ബാസ് മുഹമ്മദ്, മീഡിയ 1.